പ്രസിഡന്റ് ശ്രീ MP മാർട്ടിൻ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മുൻമന്ത്രിയും MLA-യുമായ അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ, മുൻ MLA ശ്രീ PJ ജോയി, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഇവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടി സംഘടനാ പ്രതിനിധികൾ, സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ഛ, സിസ്റ്റേഴ്സ്, ഇവിടെ തുറവൂരിൻ്റെ വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ചടങ്ങിലാണ് നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മാർട്ടിൻ ചേട്ടൻ എന്നോട് ഒരു സ്വീകരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ, വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ, ഇത് ഇത്രയും വലിയ ഒരു ചടങ്ങായി മാറും എന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഇവിടെ തുറവൂർ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട തുറവൂരിൻ്റെ സമസ്ത മേഖലകളെയും പ്രതിദാനം ചെയ്യുന്ന എല്ലാ വിഭാഗം ആളുകളെയും ബഹുജന പങ്കാളിത്തത്തോടു കൂടി ഇവിടെ എത്തിച്ച് ഇത്രയും വിപുലമായി ഈ പരിപാടി സംഘടിപ്പിച്ച് ഈ ചടങ്ങ് ഏറെ ധന്യമാക്കുവാൻ മുൻകൈയെടുത്ത ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയോട്, ശ്രീ MP മാർട്ടിന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതിയോടുള്ള പ്രത്യേകമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഇത് ഗംഭീരമായത്, ഇത് കളർഫുള്ളായത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പങ്കാളിത്തം ഒന്നുകൊണ്ടാണ്, സജീവമായ സാന്നിധ്യം കൊണ്ടാണ്. അപ്പോൾ അതിന് നിങ്ങളോടും ഞാൻ ആദ്യമേ തന്നെ നന്ദി അറിയിക്കുന്നു. വളരെ ഭാരിച്ച ഒരു ഉത്തരവാദിത്വമാണ് ഇന്ന് നിക്ഷിപ്തമായിരിക്കുന്നത് എന്ന് എനിക്കറിയാം. 10 വർഷക്കാലം ഇവിടെ ഒരു ജനപ്രതിനിധിയായി പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചു. 3-ാം വട്ടം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഇവിടെ മാട്ടിച്ചേട്ടൻ പറഞ്ഞതുപോലെ വളരെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷകൾക്കപ്പുറത്തുള്ള ഒരു തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ സാധിച്ചു. അത് സാധ്യമായത് നിങ്ങൾ ഓരോരുത്തരും നൽകിയ ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണയും സഹകരണവും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുമാണ് എന്ന ഉത്തമ ബോധ്യമുണ്ട്. ഈ നിലയിൽ ഇന്ന് ഈ സ്ഥാനത്ത് എത്തിച്ചേരുവാനായിട്ട് എന്നെ പ്രാപ്തമാക്കിയത് നിങ്ങൾ ഓരോരുത്തരുമാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി നിങ്ങൾ നൽകിയ ഈ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയാണ്. ഈ സ്നേഹമാണ്, ഈ പിന്തുണയാണ് എനിക്ക് ഇന്ന് ഞാൻ ഇരിക്കുന്ന ഈ മന്ത്രിസ്ഥാനത്തിനൊക്കെ എന്നെ അർഹനാക്കിയത്, യോഗ്യനാക്കിയത് എന്ന ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബോധ്യത്തിൽ എന്നും അടിയുറച്ച് നിന്നുകൊണ്ട് നിങ്ങൾ നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കുമൊക്കെ എന്നും കടപ്പെട്ടിരിക്കും. എൻ്റെ കഴിവിൻ്റെ പരമാവധി അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നതായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് തുറവൂർ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ കാര്യങ്ങൾ നമുക്ക് ഇനിയും യാഥാർത്ഥ്യമാക്കി എടുക്കേണ്ടതുണ്ട്. നമ്മുടെ നാടിൻ്റെ വികസന സ്വപ്നങ്ങൾ നമുക്ക് നടത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഇവിടെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും ഒക്കെയായി ചേർന്ന് നിന്നുകൊണ്ട് സാധ്യമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഒരുമിച്ച് നടത്താം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനായിട്ടുള്ളത്. ഞാൻ കൂടുതൽ വിശദമായിട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഉന്നത വിജയം കൈവരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന നിരവധിയായിട്ടുള്ള നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള പ്രതിഭകളുണ്ട്. മികച്ച വിജയം കൈവരിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഇത്തവണത്തെ വിജയത്തിന് ഇരട്ടി തിളക്കമുണ്ട്. CBSEയുടെ റിസൾട്ടൊക്കെ വന്ന് വലിയ വിവാദങ്ങളും മാർക്ക് നഷ്ടമായതിൻ്റെ പരാതികളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സമയത്താണ് നിങ്ങളൊക്കെ ഇത്രയും തിളക്കമാർന്ന വിജയം കൈവരിച്ചത് എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പ്രശ്നങ്ങൾക്കിടയിലുമൊക്കെ ഏറ്റവും മികച്ച വിജയം കൈവരിച്ച നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം വിദ്യാഭ്യാസമാണ്. മികച്ച വിദ്യാഭ്യാസം നമുക്ക് ലഭിച്ചാൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഉയർന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് തുടർന്നും കടന്നു ചെല്ലുന്ന ഓരോ മേഖലയിലും നിങ്ങളുടെ തുടർ വിദ്യാഭ്യാസത്തിലും നിങ്ങൾക്ക് സാധ്യമാവട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. അങ്ങനെ മികച്ച ഒരു വിദ്യാഭ്യാസം ലഭിച്ചതുകൊണ്ട് മാത്രം ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനായി അവസരം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാനും. അത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ നാട്ടിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ സമഗ്രമായ മാറ്റങ്ങൾ അനിവാര്യമായിരിക്കുന്നു. ഇവിടെ +2 പാസ്സായി നമ്മളിന്നിവിടെ ആദരവ് കൊടുക്കുന്ന മെമന്റോ ഒക്കെ കൊടുക്കുന്ന
വിദ്യാർത്ഥികളോട് എന്താണ് അടുത്ത പ്ലാൻ എന്ന് ചോദിച്ചാൽ നല്ലൊരു ശതമാനം ആളുകൾക്കും വിദേശത്തേക്കൊക്കെ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവരുണ്ടാവും എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. അപ്പോൾ നമുക്ക് ആരും എവിടെ പോകണം, വിദേശത്ത് പോകാൻ പാടില്ല, അല്ലെങ്കിൽ ഇവിടെ പഠിക്കണം എന്നൊന്നും പറയാൻ നമുക്ക് ആർക്കും അവകാശമില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷെ അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ നമുക്ക് സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസപരമായ വളർച്ച എന്ന് പറയുന്നത് അവരുടെ ഒരു പേഴ്സണൽ ഗ്രോത്ത് മാത്രമല്ല, അവരുടെ വളർച്ച നമ്മുടെ നാടിന്റെ വളർച്ച കൂടിയാണ്. നാടിന്റെ വികസനം എന്ന് പറയുന്നത് നമ്മൾ കെട്ടിപ്പൊക്കുന്ന കെട്ടിടങ്ങളിൽ മാത്രമല്ല, നമ്മൾ ഓരോ വ്യക്തിയിലും നടത്തുന്ന നിക്ഷേപവും അവരിലുണ്ടാവുന്ന വളർച്ചയും നമ്മുടെ നാടിന്റെ വളർച്ചയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇവർക്ക് ആവശ്യമായിട്ടുള്ള പുതിയ തലമുറയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം ലഭ്യമാക്കുവാൻ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്ന ഉത്തരവാദിത്വം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു മേഖലയായിരിക്കും ഉന്നത വിദ്യാഭ്യാസ രംഗം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ മന്ത്രിമാരെയൊക്കെ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ വകുപ്പുകളൊക്കെ തീരുമാനിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചു. അപ്പോൾ ഈ വകുപ്പാണെന്നൊന്നും എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, റോജിക്ക് ഹയർ എഡ്യൂക്കേഷനാണ് കരുതിയിരിക്കുന്നത്, അത് വലിയ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു മേഖലയാണ്, ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് അത് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് റോജിക്ക് കഴിയും. അതുകൊണ്ട് അത് റോജിക്ക് നൽകുകയാണ് എന്നാണ് എന്നോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ അത് വലിയൊരു ഉത്തരവാദിത്തമാണ്, വലിയൊരു പ്രതീക്ഷയാണ് എന്നറിയാം. അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷയ്ക്ക് ഉയരാനായിട്ടുള്ള എല്ലാ ഇടപെടലുകളും പരിശ്രമവും ഉണ്ടാകും. തുടർന്നും നിങ്ങൾ ഈ നാട്ടിലെ ഒരു സാധാരണക്കാരനായി നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതൊക്കെ സ്ഥാനമാനങ്ങളിൽ വന്നാലും ഏതൊക്കെ പദവികൾ ലഭിച്ചാലും അതെല്ലാം ആത്യന്തികമായിട്ട് എനിക്ക് അങ്കമാലിക്കാർ നൽകുന്ന അംഗീകാരവും അങ്കമാലിക്കാർ നൽകുന്ന സംഭാവനയുമാണ് അതെല്ലാം എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഞാൻ ഏത് സ്ഥാനങ്ങളിൽ എത്തിയാലും ജീവിതത്തിൽ എവിടേക്ക് എത്തിച്ചേർന്നാലും അതൊക്കെ സാധ്യമാവുന്നത് നിങ്ങൾ നൽകുന്ന ആ പിന്തുണ കൊണ്ട്, നിങ്ങൾ നൽകിയ ആ വിജയം, ഇവിടെ നിങ്ങൾ നൽകിയ 3 അക്ഷരം MLA എന്ന ഒരു അങ്കമാലിയുടെ MLA എന്ന ഒരു 3 അക്ഷരം കൊണ്ടാണ് നമുക്ക് ഏത് സ്ഥാനമാനങ്ങളിലും എത്തിച്ചേരാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കടപ്പാട് എന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളോടൊപ്പം എൻ്റെ കഴിവിന്റെ പരമാവധി ഒരു സാധാരണക്കാരനായി നിങ്ങളുടെ ഒരാളായി ഒരു കൂടപ്പുറപ്പിനെ പോലെ കൂടെ ഉണ്ടാകും എന്നൊരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾ നൽകിയ ഈ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. ഇവിടെ ആദരിക്കപ്പെടുന്ന മുഴുവൻ വ്യക്തികൾക്കും എല്ലാവിധ അനുമോദനങ്ങളും അറിയിച്ചുകൊണ്ട് ഈ പ്രതിഭാ ജ്യോതി പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം അറിയിച്ചു നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. Thank you so much, Sir.